ഇത് മാരകമായ വിഷം ചീറ്റുന്ന ഒരു ചെടിയാണ്. ഈ ചെടി എല്ലാവരും സൂക്ഷിക്കുക. വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇത് വെട്ടിക്കളയുക. ഇതിൻ്റെ പേരാണ് അരളി. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു ചെടിയാണ്. ഈ കഴിഞ്ഞ ദിവസവും ഇത് വായിലിട്ട് അറിയാതെ ചവച്ചൊരു നേഴ്സ് പെൺകുട്ടി മരിക്കാനിടയായി. അതുകൊണ്ട് ഈ ചെടി ഇപ്പോൾ വളരെ മാരകമായ വിഷമായി മാറിയിരിക്കുകയാണ്. ഈ അരളിയില്ലേ, ഒരു കാലത്ത് അമ്പലങ്ങളിലൊക്കെ ഇത് എടുക്കുമായിരുന്നില്ലേ, പായസത്തിൽ വരെ ഉണ്ടാവും. ഇത് ഒരു കൊല്ലം മുമ്പേ ഇത് കണ്ടുപിടിക്കപ്പെട്ടു. ഇത് ഭയങ്കരമായ വിഷമാണെന്ന്. എന്നിട്ട് ഈ മിനിഞ്ഞാന്നൊരു നേഴ്സ് കുട്ടി, ആ കുട്ടി UK പോകാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ആരുടെയും ഒരു ഫോൺ വന്നിട്ട് അവളിങ്ങനെ ഇതെടുത്ത് ചുമ്മാ ഇങ്ങനെ ചില പിള്ളേരിങ്ങനെ അങ്ങനെ എടുത്ത് ഇങ്ങനെ ചവച്ച് തുപ്പുകയും ചെയ്തു. എന്നിട്ട് പോയി കുട്ടി. വഴിനീള കുട്ടി ഛർദ്ദിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ച് തന്നെ വയ്യാതായി. പിറ്റേ ദിവസം ഇന്നലെ അത് മരിച്ചു. മിനിഞ്ഞാന്ന് പോയി ഇന്നലെ ആ കുട്ടി മരിച്ചു. അതെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അത് എടുക്കാനേ പാടില്ല. അത് മാരകമായ വിഷമാണ്. ഇതുള്ളവരൊക്കെ വെട്ടിക്കളയണം. ഞങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വെട്ടാൻ പോവുക. വെട്ടിക്കളയണം. ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം കുട്ടി ടി വിയിൽ 3 ദിവസമായിട്ട് ഇത് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതിലാ? യൂട്യൂബിലോ? TV-ൽ ഇത്. ക്ലിയർ ആയിട്ട് ഇത് കിട്ടുന്നില്ല കുട്ടി, ക്ലിയർ ആയിട്ട് ഇത് കിട്ടുന്നില്ല ഫോട്ടോ. ഭഗവാനെ, അപ്പൊ ഞാൻ പറഞ്ഞു നീ അരളി കെട്ടിയ മാല കൊണ്ടുതരണം. അരളി ആരും ഇത് പിന്നെ അപ്പൊ ഞാൻ പറയുകയും ചെയ്തു. അരളി പണ്ടേ നമ്മൾ അരളിക്കായ കഴിച്ചാൽ മരിക്കുന്നു പണ്ടേ പറയുമല്ലോ. അതിനൊരു ഇനം തന്നെയാണല്ലോ. അതെ അതൊരു മഞ്ഞ അരളി. ഇത് വളരെ ഭംഗിയുള്ള എന്ത് കളറൊക്കെ ഉണ്ട്. അതെ നല്ല എന്ത് ഭംഗിയാണ് അതിനെ കാണാന്. അപ്പൊ ഈ ഭംഗി ഇപ്പം എല്ലാവരും വെട്ടിക്കളഞ്ഞേക്കണം. വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് മാരകമായ വിഷം ചീറ്റുന്ന ഒരു ചെടിയാണിത്. ഇത് ക്ലിയറായി കാണുന്നില്ല ഇതിലെ. എൻ്റെ ഇവിടെ ഉണ്ട്. ഞാനിപ്പം മുറിക്കും. നമുക്ക് ജീവനെക്കാട്ടി വലുതല്ലേ ഇത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പിടിച്ച് കിട്ടുമോ നോക്കട്ടെ. ഫോട്ടോ എടുക്കുകയാണേ. കാര്യം എന്നാ വെച്ചാലേ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലിടാനാ. കാരണം എല്ലാവരും കുറേ പേര് കാണാത്തവരുണ്ട്, കാണട്ടെ അല്ലേ? ഞാൻ മോളെ അതിൻ്റെ പേര് മറന്നുപോയി. എൻ്റെ പേര് പ്രേമ അല്ലേ? കുളങ്ങര കുമാരൻ നായർ ചേട്ടൻ്റെ മകളല്ലേ? ഞാൻ പഠിപ്പിച്ചല്ലേ കുട്ടിയെ? എനിക്ക് മനസ്സിലായില്ല മോളെ. പിന്നെ ഞാനിപ്പം ഇതിനകത്ത് ഇട്ടാലേ ടീച്ചർ എവിടെ ഇരിക്കുന്നത്? കുട്ടി അപ്പുറത്തെ വീട്. എനിക്ക് തോന്നി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. എനിക്ക് തോന്നി. കണ്ടത് എനിക്ക് മനസ്സിലായി. നിന്നെ കണ്ടല്ലേ. മറ്റവരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കും. അനിയത്തിയായിരുന്നു. ആരാണ്? അനിയത്തിയാണ് ഈയിടെ മരിച്ചത്. മല്ലിക സ്പോർട്സ് ഒക്കെ കളിക്കും. പിന്നെ അവളെയൊക്കെ ഞാൻ പഠിപ്പിച്ചതാ. അയ്യോ മരിച്ചു അല്ലേ? അവൾക്ക് എന്തായിരുന്നു മോളെ? പെട്ടെന്നൊരു വയറുവേദന. അതെയോ? അവളല്ലേ കൂട്ടത്തിൽ നല്ല നിറമൊക്കെ ഉണ്ടായിരുന്ന കുട്ടി? പിന്നെ ആർഡിക്ക് അല്ലേ? അവള് രക്ഷപ്പെട്ടു. പേര് മറന്നു. ഓമനയുടെ പേര് വേറെന്തോ ആയിരുന്നു. ഭാഗ്യലക്ഷ്മി. അയ്യോ രാജന് നേരത്തെ. ശരി. 2 വർഷമായി. കല്യാണം കഴിഞ്ഞ 2 കുട്ടികളൊക്കെ ഉണ്ട്. ആണോ? അയ്യോ കുട്ടി, നീ ഇപ്പൊ എവിടെ പോയതാ മോളെ? ഇവിടെ പരിചയമുള്ളൊരു ആളുണ്ട്. ആരാ അത്? കോമളം പറയും. അതെ. ജോലിക്കാരുണ്ട്. അപ്പൊ അവളടുത്തേക്ക് കുറേ ദിവസമായി വിളിക്കുന്നു. ചേച്ചി പറഞ്ഞോ ശരി വരാന്ന്. 5 മിനിറ്റ് ഇരുന്നിട്ട് കുറേ ഐഡിയ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനപ്പോ ഇതൊന്ന് എൻ്റെ ചാനലിൽ ഒന്ന് കൊടുക്കട്ടെ. പറഞ്ഞു എല്ലാവരും ഇത് വിഷമാണെന്നല്ലേ? അറിഞ്ഞു. വീട്ടിൽ ചെന്നാൽ ആദ്യം അത് വെട്ടിക്കളയട്ടെ കുട്ടിയെ. അയ്യോ ഒന്നും പറയണ്ട. ഇത് വല്ലാത്ത വിഷമുള്ള ചെടിയാണ്. എല്ലാവരും ഇത് വെട്ടിക്കളയണം വീട്ടിൽ നിന്ന്. ഇതാണ് അരളി. ഇതിൻ്റെ വേറൊരു വെർഷനുണ്ട്, 2-3 വെർഷനുണ്ട് ഇതിൻ്റെ. ഇത് മാരകമായ വിഷം ചീറ്റുന്ന ഒരു ചെടിയാണ്. എൻ്റെ വീട്ടിൽ മുമ്പ് വെട്ടിക്കളഞ്ഞത് വീണ്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടെ വെട്ടിക്കളയാൻ പോവാണ്. ഇത് തൊട്ടടുത്ത വീട്ടിൽ നിൽക്കുന്നതാണ്. അവരോടും പറയണം. നമുക്കൊരു ജീവൻ പോയി, ഇനിയൊരു ജീവൻ കൂടെ പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
ആരും ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ നിർത്തരുത്. ഭംഗിയുണ്ട്, നിങ്ങൾ നിർത്തരുത്. ഇത് മാരകമായ വിഷമാണ്, മരണകാരണമായ വിഷമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ ഉപേക്ഷിക്കുക.